ചേട്ടാ ഒരു ചായ. കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ നല്ല ചൂട് ചായ, നാടിന് കുറെ നല്ല ഓർമ്മകൾ, ജോൺസൺ മാസ്റ്റർ പാട്ട്. ആഹാ അന്തസ്. നമ്മുടെ നാട്ടിലിരിക്കുന്ന ഒരു ഫീലാണ് നമ്മുടെ ഷാർജ മുവൈലയിലെ സഫാരി മോളിലെ സെക്കൻഡ് ഫ്ലോറിലെ തട്ടുകളിൽ ഇരിക്കുന്നത്. സഫാരിയുടെ തട്ടുകട എന്ന് പറഞ്ഞാൽ തന്നെ എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഒരുപാട് സെലിബ്രേഷൻ നടക്കാറുണ്ട്. ഇവിടെ അച്ചയൻസ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്, അതുപോലെ കുട്ടനാടൻ ഫുഡ് ഫെസ്റ്റിവൽ, മലബാർ ഫെസ്റ്റിവൽ. അപ്പോൾ അതിന് സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള എൻറ്റയർലി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റും. ഒരു സഫാരി ടച്ച് തന്നെ അവർ കൊടുക്കും. കണ്ടില്ലേ, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ട്രാൻസ്ഫോമർ. ഇനി നമുക്ക് തട്ടുകടയിലെ അകത്തുള്ള നാടൻ വിഭവങ്ങൾ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെ നോക്കാം. ബാ, ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കറികളിലൊക്കെ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഞണ്ടിന്റെ സ്പെഷ്യൽ കറിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മുളകിട്ട നല്ല എരിവുള്ള കറിയായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ബീഫ് കറിയാണ്. തൊട്ടിപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടൻ കറി കാണാൻ പറ്റും. കഞ്ഞിയും പയറും പപ്പടവും നമുക്ക് നാടിന്റെ ഫീല് തരുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആക്ച്വലി തട്ടുകളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡക്ക് റോസ്റ്റ്, നല്ല കുട്ടനാടൻ ഡക്ക് റോസ്റ്റ്. ചേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമോ? നല്ല കുരുമുളകിട്ട നാടൻ ഡക്ക് റോസ്റ്റ് കഴിച്ചോക്കട്ടെ. ഒരു രക്ഷയില്ലാടാ, സൂപ്പർ ടേസ്റ്റ്. ഐ എം ഷുവർ ഇത്രയും ടേസ്റ്റ് ഡക്ക് റോസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. കറികൾ ഇവിടെ അവസാനിക്കുന്നില്ല. തൊട്ട് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പലഹാരങ്ങളുണ്ട്. ചായക്കടി എന്ന് പറയില്ലേ, പഴംപൊരി ഉണ്ട്, അതുപോലെ തന്നെ ഉഴുന്നുവട, സുഗിയൻ, സമൂസ. ഇതെന്താ സംഭവം? പഴം നിറച്ചത്. ഇത് കോഴിക്കട്ട, എലാഞ്ചി, അതിന്റെ ബാക്കിൽ ബജിയ, സവാള ബജിയ, സമൂസ, പരിപ്പുവട. അത് നമ്മൾ ഏതൊരു പലഹാരത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പല ഓർമ്മകളും നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പോലത്തുള്ള വഴികൾ, അവിടെയുള്ള പോലെ തന്നെ കടകൾ, തട്ടുകട, അതേപോലെ തന്നെ പലചരക്ക് കട, STD ബൂത്ത്, ട്രാൻസ്ഫോമേഴ്സ്, ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് സഫാരി മോളിലെ സെക്കൻഡ് ഫ്ലോറിലെ ഫുഡ് കോർട്ടിലാണ്. അവിടെയാണ് ആക്ച്വലി നമ്മൾ ഈ തട്ടുകട ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് സെക്കൻഡ് ഫ്ലോറിൽ മാത്രമല്ല ഈ നാടൻ ഐറ്റംസ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. സഫാരി മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ നമ്മുടെ സഫാരി ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിലും അവിടെയും നല്ല നാടൻ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നല്ല നാടൻ ആംബിയൻസ്, നാടൻ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ആരും ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഷാർജ മുംബൈയിലുള്ള സഫാരി മോളിലേക്ക് വന്നോളൂ.